വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1049/2024 എന്ന PYQ ആണ്. അപ്പോൾ മുൻപ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. Who is the appealing authority? If the registrar of cooperative societies issued an order to liquidate a cooperative society. അതായത് അപ്പീലിംഗ് അതോറിറ്റി ആരാണെന്നാണ് ചോദിച്ചത്. ഇഫ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇഷ്യൂഡ് ആൻ ഓർഡർ ടു ലിക്വിഡേറ്റ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ട്രിബ്യൂണൽ, ബി ഗവൺമെൻറ്, സി ആർബിട്രേഷൻ കോർട്ട്, ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഗവൺമെൻറ് ആണ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. ഓക്കെ, ഗവൺമെൻറ്റിനാണ് അപ്പീൽ കൊടുക്കേണ്ടത്. ഹു ഈസ് ദ അപ്പീലിംഗ് അതോറിറ്റി ഇഫ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇഷ്യൂഡ് ആൻ ഓർഡർ ടു ലിക്വിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനാണ് അപ്പീൽ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോർമലി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ഷോൾ കീപ്പ് എലക്ഷൻ മെറ്റീരിയൽ ഫോർ എ പീരിയഡ് ഓഫ്. എത്ര പീരിയഡ് സൂക്ഷിക്കണം? എത്ര സമയ പരിധിയാണ് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി എലക്ഷൻ മെറ്റീരിയൽ സൂക്ഷിക്കേണ്ടത്? എത്ര നാളാണ് സൂക്ഷിക്കേണ്ടത്? 3 months ആണ് സൂക്ഷിക്കേണ്ടത്. 3 മാസമാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു റൂൾ 15 of KCS rules, a society is classified on the basis of its. റൂൾ 15 ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചത്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ വേറെയുണ്ട്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് അങ്ങനെയൊക്കെ തരംതിരിക്കാറുണ്ടല്ലോ. ഇത് റൂൾ 15 ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്താണെന്നാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ആണോ, പ്രോഫിറ്റബിലിറ്റി ആണോ, പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ആണോ, പെർഫോമൻസ് ആണോ, ഏതാണെന്നാണ്. അപ്പോൾ ഏതാണ് റൂൾ 15? റൂൾ 15 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ റൂൾ 15 നമ്മൾ വ്യക്തമായിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക, നിങ്ങളുടെ സമയം പാഴാവില്ല കേട്ടോ. നെക്സ്റ്റ് പറയണത് ഡാഷ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ദ സർചാർജ്. സർചാർജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, സർചാർജിനെതിരെയുള്ള ആദ്യത്തെ നടപടിക്രമം എന്താണെന്നാണ്. അതായത് അപ്പോൾ എപ്പോഴാണ് ഈ സർചാർജ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ സർചാർജ് നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്ന കേസാണ് ഓഡിറ്റിൻ്റെ കേസ് കേട്ടോ. ഫസ്റ്റ് തന്നെ പറയണത് ഓഡിറ്റാണ്. സർചാർജിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ 68 ഓഡിറ്റ്, പിന്നെ ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, വൈൻഡിങ് അപ്പ്. ആ ഓർഡറിൽ തന്നെയാണ് പറയണത്. ഓഡിറ്റാണ് ആദ്യം വരുന്നത്. ഓഡിറ്റ് നടത്തുമ്പോൾ ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പൊക്കെ നടത്തുമ്പോഴാണ് എന്ത് ശ്രദ്ധയിൽപ്പെടുക? എന്തെങ്കിലും സാധനങ്ങളില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കളവ്, അല്ലെങ്കിൽ എന്തെങ്കിലും മോശം ഇത് ഉണ്ടാവില്ലോ, അവർ ഫണ്ടൊക്കെ തിരിമറി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കപ്പെടുന്ന സാഹചര്യം ആദ്യം ഓഡിറ്റ്, പിന്നെ എൻക്വയറി, പിന്നെ ഇൻസ്പെക്ഷൻ, വൈൻഡിങ് അപ്പ്. ഈ സമയത്ത് റിക്കവർ ദ മണി, അതായത് ലോസ്റ്റ് ഫ്രം ദ സൊസൈറ്റി, സൊസൈറ്റിയിൽ നിന്ന് നഷ്ടപ്പെട്ട പണം തിരിച്ച് പിടിക്കുക. ഫ്രം ദ ഇൻവോൾവ്ഡ് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്നും പിടിക്കുക. ആസ് പെർ ദ റിപ്പോർട്ട്. ആരുടെയൊക്കെ റിപ്പോർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RCSന് ബൈ ഹിസ് ഓൺ മോഷൻ. RCS മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ പൈസയായിട്ട് ഡീലിങ്സ് ഉള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, സൊസൈറ്റിയിലുണ്ട് എന്ന്. അല്ലെങ്കിൽ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഒരു കമ്മിറ്റി തന്നെ അവർക്കെതിരെ തിരിയുകയാണ്. അവിടുത്തെ ഇന്ന പേഴ്സൺ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡേറ്റർ റിപ്പോർട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്ററുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോഴും ഈ ഒരു പ്രോസസ്സ് സംഭവിക്കാം, റിക്കവർ ചെയ്യാൻ. അപ്പോൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റവന്യൂ റിക്കവറി, ഇനിയിപ്പോൾ തീരെ കിട്ടിയില്ലെങ്കിൽ റവന്യൂ റിക്കവറി വഴി എന്ത് ചെയ്യും? ഒരു ഓഫീസറിനെ വെക്കുകയാണ് ചെയ്യുക ഈ പിന്നെ ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റവന്യൂ റിക്കവറി വഴി ഇതൊക്കെ തിരിച്ചു പിടിക്കും. തിരിച്ച് എവിടേക്ക് തന്നെ കൊണ്ടുവയ്ക്കണം? സൊസൈറ്റിയുടെ മുതലാണല്ലോ, അപ്പോൾ സൊസൈറ്റിയിലേക്ക് തന്നെ കൊണ്ടുവയ്പ്പിക്കും. അപ്പോൾ അതിൻ്റെ ഇതാണ് പറയണത്. ഫസ്റ്റ് ഓഡിറ്റ്, എൻക്വയറി, ഇൻസ്പെക്ഷൻ, വൈൻഡിങ് അപ്പ്. ആ ഓർഡറിൽ തന്നെ പഠിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഓഡിറ്റാണല്ലോ, അപ്പോൾ അതന്നെ ഓഡിറ്റ് തന്നെയാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഷാൾ നോട്ട് കണ്ടെയ്ൻ ഇൻ ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് എ സൊസൈറ്റി. അത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ
ഇല്ലാത്ത കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി ഉണ്ടോ, പിന്നെ അത് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി, കോഡ് സിമ്പൽ ഫോർ ദ ഡിസ്ട്രിക്റ്റ്, എന്താണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ മായി ബന്ധപ്പെട്ട്. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും, പിന്നെ ഡേറ്റ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും, എന്നാണോ രജിസ്റ്റർ ചെയ്തത് അയാൾ ഒപ്പിട്ടുമല്ലോ രജിസ്ട്രാർ, അപ്പോൾ ആ ഡേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു കോഡ് സിമ്പൽ ഉണ്ടായിരിക്കും, പിന്നെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തുണ്ടാവില്ല, ഇപ്പം ഈ പറഞ്ഞതിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്, ഇല്ലാത്തതല്ല, ഷോൾ നോട്ട് കണ്ടെയ്ൻ അല്ല. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ. അപ്പോൾ എന്താണ് ഉള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദ സൊസൈറ്റി ഉള്ളതാണ്, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ട്, കോഡ് സിമ്പൽ ഉണ്ട്, പിന്നെ എക്സ്ട്രാ വരുന്നത് ഇപ്പോൾ ഈ ഏരിയ ഓഫ് ഓപ്പറേഷന് പകരം വരേണ്ടത് രജിസ്റ്റർ നമ്പറാണ്. അവർക്ക് രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ ഡേറ്റ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ, കോഡ് സിമ്പൽ, ഈ 3 എണ്ണമാണ് ഉള്ളത് കേട്ടോ. കോഡ് സിമ്പൽ, രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഇത്രയാണ് ഉള്ളത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 3 സാധനമാണ് എന്തുള്ളത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഷാൾ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. ഏതാണ് ഉത്തരമായിട്ട് വരിക? അഡീഷണൽ രജിസ്ട്രാർ ആണോ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണോ, ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണോ, ജോയിൻ്റ് രജിസ്ട്രാർ ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരിക? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെന്ന് ഓർക്കണം കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആകുമ്പം അഡീഷണൽ ആണ് വരിക, അഡീഷണൽ, അവിടെയൊക്കെ അഡീഷണലാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷൻ്റെ സമയത്ത് ഒരു ഓഫീസറിനെ പറയാറുണ്ട് അല്ലേ, അത് ഇതേപോലെ അഡീഷണൽ ഡയറക്ടർ, അപ്പോൾ ആ സമയത്ത് ഡയറക്ടറാവും. പിന്നെ CCUവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ അസിസ്റ്റൻ്റാണ് വരിക. അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? CCUവിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് രജിസ്ട്രാറാണ്. പിന്നെ എലക്ഷൻ്റെ സമയത്ത് പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറാവും. ഓക്കെ, അപ്പോൾ അവർ രണ്ടും അവിടെ ഡയറക്ടറാവും, ഇവിടെ ചീഫ് എക്സിക്യൂട്ടീവ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ അഡീഷണൽ കേട്ടോ. കൺഫ്യൂസായ ഇല്ലല്ലോ? അഡീഷണൽ രജിസ്ട്രാർ, അഡീഷണൽ ഡയറക്ടർ, അത് SCUവിൻ്റെ കേസിൽ. പിന്നെ CCUയുടെ കേസിലാണെങ്കിൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാറും അസിസ്റ്റൻ്റ് ഡയറക്ടറുമാണ് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയണത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ റൂൾസ് എന്നാണ് നിലവിൽ വന്നത് എന്നാണ്. എന്നാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂൾസ് നിലവിൽ വന്നത്? 14/7/1969. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയണതായിരിക്കും, അപ്പോൾ തെറ്റിക്കാതെ കറക്റ്റ് എഴുതി വയ്ക്കണം. കറക്റ്റായിട്ട് നോക്കി പഠിക്കണം, അതൊക്കെ തെറ്റിക്കാൻ പാടില്ല. ചെറിയ കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ റൂൾസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത് എന്നാണ്? 15/5/1969. ആക്ട് 21 എന്നാണ് അറിയപ്പെടുക കേട്ടോ. ആക്ട് 21 ഓഫ് 1969 എന്നാണ് അറിയപ്പെടുക. ഇത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് 12/5/1969. അത് കഴിഞ്ഞ് KCS റൂൾസ് നിലവിൽ വന്നത് 14/7/1969. ഓക്കെ, പിന്നെ സെക്ഷൻ 8 കൂട്ടിച്ചേർത്തത്, സെക്ഷൻ 80 സർവീസ് കണ്ടീഷൻസിനെ കുറിച്ച് അത് കൂട്ടിച്ചേർത്തത് 15/5/1969. 15/5/1969 സെക്ഷൻ 80 വരെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ റൂൾസിലെ സെക്ഷൻ 80, അതായത് 182 മുതൽ ആദ്യം 181 വരെയാണ് ഉണ്ടായിരുന്നത്. ഏത്? 1969 റൂളിൻ്റെ കാര്യമാണ് പറയണത്. 1969 റൂൾ എത്രയായിരുന്നു? പിന്നെ 181 വരെ ഉണ്ടായിരുന്നത്. പിന്നെ സെക്ഷൻ 80 ഇവിടെ റൂളാണ് 182 തൊട്ടിട്ട് 200 വരെ. അത് ആഡ് ചെയ്ത വർഷമാണ് 1/1/1974 തന്നെയാണ്. ഈ തുടക്കത്തിൽ 1/1/1974 എന്ത് ചെയ്യുന്നത്? അത് ആഡ് ചെയ്യുന്നത് കേട്ടോ. 1/1/1974 കേട്ടോ. അപ്പോൾ 201, പക്ഷേ 201 റൂളുണ്ടല്ലോ, 200 എണ്ണല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 201ാമത്തെ റൂൾ ആഡ് ചെയ്യുന്നത് 1988. അപ്പോൾ അത് 3 ഓർത്തിരിക്കണം. അതായത് ആദ്യം 181 റൂൾ വരെ ഉണ്ടായിരുന്നുള്ളൂ 69. പിന്നെ അത് കഴിഞ്ഞിട്ട്
ഈ 74-ലാണ് എന്ത് ചെയ്യുന്നത്, 74-ൽ 1/1/1974 ആ സെക്ഷൻ 8 ക്ലാസിഫിക്കേഷൻ്റെ നടപടിക്രമമായ റൂള് 181 മുതൽ 200 വരെ കൂട്ടിച്ചേർക്കുന്നത്. അത് 1/1/1974 പിന്നെ ഒരു 201-ാമത്തെ റൂളും കൂടി ആഡ് ചെയ്തു. അത് 1988. അപ്പോൾ റൂളുമായി ബന്ധപ്പെട്ട വർഷം ചോദിക്കുകയാണെങ്കിൽ ആദ്യം 14/7/1969 ഓർക്കുക, പിന്നെ 1/1/1974 ഓർക്കുക, പിന്നെ അവസാനത്തെ റൂൾ ആഡ് ചെയ്ത് 1988 ഓർക്കുക. 3 വർഷം ഓർത്തിരിക്കണം. 14/7/1969, 1/1/1974, പിന്നെ 1988. 3 എന്താന്ന് ക്ലിയർ ആയില്ലേ? പിന്നെ ഈ 1900 PR കുറുപ്പായിരുന്നു കേരള കോപ്പറേറ്റീവിൻ്റെ ബില്ല് ലെജിസ്ലേറ്റീവ് പാസ് ചെയ്ത സമയത്ത് കേട്ടോ. ഓക്കെ. പിന്നെ ഈ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എനാക്ട് ചെയ്യുന്നത് എത്രാമത്തെ റിപ്പബ്ലിക്കിന് ആണ്? 19ാമത്തെ റിപ്പബ്ലിക്കിനാണ് കേട്ടോ. 19th ഇയർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് പറയണത്. പിന്നെ അതുപോലെ ആക്ടിൻ്റെ ഡെഫിനിഷൻ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? റൂളിൽ 2A കൊടുത്തിട്ടുള്ളത്. അതായത് സെക്ഷനും ഉണ്ട്, റൂളും ഉണ്ട്. ഡെഫിനിഷൻസിൽ സെക്ഷൻസും ഉണ്ട്, റൂളും ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ടും ചെയ്തിട്ടുണ്ട്, വിശദമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുന്നതിന് അനുസരിച്ച് നിങ്ങളതൊക്കെ ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഉപകാരപ്പെടും എന്തായാലും. അത് വ്യക്തമായി നമ്മൾ അമെൻമെൻ്റ് അടക്കം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ സമയമുള്ളവരൊന്ന് പോയി കാണുക. അപ്പോൾ ആക്ടിനെ കുറിച്ച് ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് റൂളിലാണ് കിടക്കുന്നത്. ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് റൂളിലാണ്, 2A പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 2A തുടങ്ങുന്നത് തന്നെ, റൂൾ 2A തുടങ്ങുന്നത് എന്താണ്? 2 ഡെഫിനിഷൻസ് ആണ്. റൂള് 2A തുടങ്ങുന്നത് ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്, ആക്ടിൻ്റെ ഡെഫിനിഷനാണ്. പിന്നെ റൂളിനെ കുറിച്ച് എവിടെയാണ് പറയണമെന്ന് വെച്ചാൽ അത് സെക്ഷൻ 2Qയിലാണ് കേട്ടോ. സെക്ഷൻ 2Q ആണ്, സെക്ഷനിലാണ്. അത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. റൂളിനെ കുറിച്ച് പറയണത് ആക്ടിനെ കുറിച്ച് പറയണത് റൂളിൽ, അങ്ങനെ സെക്ഷനിൽ കേട്ടോ. അപ്പോൾ ഇവിടെ സെക്ഷൻ 2Qയിലാണ് റൂൾ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആസ് പെർ റൂൾ ഡാഷ് RCS give direction to a society to maintain all the accounts, books, registers up to date in proper form എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് റൂളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും നമുക്ക് പഠിക്കണം അല്ലേ? നമ്മൾ റൂളൊക്കെ നന്നായി അറിഞ്ഞിരിക്കണം. അപ്പം മാത്രമേ നമുക്ക് ഇങ്ങനത്തേനൊക്കെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഈ റൂള് 29 നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. 29, 30, 31 ഈ 3 റൂളും ഈ പറഞ്ഞ ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. 29, 30, 31. അപ്പം എന്താ നോക്കാം. 29 എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബുക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 29 അക്കൗണ്ടിൻ്റെ ബുക്സിനെ കുറിച്ച് പറയണതാണ്. 29 അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റീനെ കുറിച്ച് പറയണതാണ് റൂൾ 29. അത് കഴിഞ്ഞ് 30 പവർ ഓഫ് RCS ടു ഡയറക്റ്റ് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി റിട്ടേൺ അപ്പ്. എങ്ങനെയാണ് റിട്ടേൺ അപ്പ് ചെയ്യേണ്ടത്, എഴുതേണ്ടതെന്ന് ഡയറക്റ്റ് ചെയ്യുന്നതാണ് എന്ത്, റൂൾ 30. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ റൂളാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് RCS ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് സൊസൈറ്റിക്ക്, ബുക്സും റെക്കോർഡ്സും രജിസ്റ്റേഴ്സൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ഇന്ന പ്രോപ്പർ ഫോമിൽ വേണം ചെയ്യാൻ എന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ആ പ്രോപ്പർ ഫോമിൽ വേണം ചെയ്യാൻ എന്ന് പറയുന്ന റൂൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റൂള് 30 ഉത്തരമായിട്ട് വരിക കേട്ടോ. റൂള് 30. അപ്പോൾ 29 എന്താ? 29 അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റി. അക്കൗണ്ട്സും ബുക്സും മറ്റു ബുക്സും സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സും അക്കൗണ്ട്സിനെ കുറിച്ചും പറയുന്നത് 29. പിന്നെ പീരിയഡ്സ് ഫോർ വിച്ച് അക്കൗണ്ട് ബുക്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റി. അത് കുറേ പീരിയഡുകൾ പറയുന്നുണ്ടല്ലോ. 5 വർഷം, 12 വർഷം, പിന്നെ പെർമനൻ്റായിട്ട് സൂക്ഷിക്കുന്നവ, അതൊക്കെ പറയുന്നതാണ് 31 പറയണത്. അപ്പോൾ 29 ഏതൊക്കെ ആണ് സൂക്ഷിക്കേണ്ടതെന്ന്. 30 പറയണതാണ് RCS ഡയറക്റ്റ് ചെയ്യുന്ന പോലെ പ്രോപ്പർ ഫോമിൽ വേണം സൂക്ഷിക്കാനെന്ന്. പിന്നെ റൂള് 31 എന്താ പറയണം? 31 പറയണത് എത്ര കാലം, പീരിയഡാണ് പറയണത്, എത്ര കാലം സൂക്ഷിക്കണം എന്ന് പറയണത്
31. അപ്പോൾ അത് 3. പിന്നെ 39 പറഞ്ഞിട്ടുണ്ട് ഇവിടെ. 39 ഈ ഒരു ഭാഗത്ത് വരുന്നതല്ല. എലക്ഷൻ ആൻഡ് ടേം ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റിയാണ്. അത് കുറച്ചും കൂടി അപ്പുറത്താണ്. 39 വേറെ ഭാഗത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3 ഇമ്പോർട്ടൻ്റാണ്. 29, 30, 31 വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് കേട്ടോ. നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ കുറച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് കോസ്റ്റൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് വീഡിയോസ് ഉടനെ നമുക്ക് ചെയ്യാം. കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. നോട്ട് അസോസിയേറ്റഡ് വിത്ത് ആണ് കേട്ടോ. സോ പ്രൊഡക്ഷനുമായി അസോസിയേറ്റ് ചെയ്യാത്ത കോസ്റ്റ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ പ്രൊഡക്ഷനായി അസോസിയേറ്റ് ചെയ്യാത്തത് പ്രോഡക്റ്റ് കോസ്റ്റാണോ, വാരിയബിൾ കോസ്റ്റാണോ, പീരിയഡ് കോസ്റ്റാണോ, ഇതിലൊന്നും അല്ലേ, നൺ ഓഫ് ദീസ് ആണ്. അതായത് അപ്പോൾ പ്രൊഡക്ഷനായി ബന്ധമല്ലാത്ത വെച്ചാൽ പ്രോഡക്റ്റ് കോസ്റ്റ് എന്തായാലും അല്ല. പ്രോഡക്റ്റ് കോസ്റ്റ് എന്താണ്? പ്രോഡക്റ്റ് കോസ്റ്റ് ശരിക്കും റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻറ്റൻഡഡ് ഫോർ സെയിലാണ് അവരുടെ ഡെഫിനിഷൻ. അതിൻ്റെ ഡെഫിനിഷൻ പറയും. അതായത് പ്രോഡക്റ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് അല്ലെങ്കിൽ ദോസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻറ്റൻഡഡ് ഫോർ സെയിൽ. ഓക്കെ, അത് നിർബന്ധമായിട്ടും പ്രോഡക്റ്റ് അതിൽ ഇൻവോൾവ് ചെയ്ത കോസ്റ്റിനെ കുറിച്ചാണ് പറയണത്. പിന്നെ വാരിയബിൾ കോസ്റ്റ് പറയുകയാണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് വ്യത്യാസമുണ്ട്. പ്രോഡക്റ്റ് കോസ്റ്റിൻ്റെ പോലെ തന്നെ പ്രൊഡക്ഷനായി റിലേറ്റഡ് തന്നെയാണ്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാരിയബിൾ കോസ്റ്റ് പിന്നെ പെർ യൂണിറ്റ് റിമെയിൻ സെയിം ആയിരിക്കും അറ്റ് ഓൾ ദ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഒരു വാരിയബിൾ കോസ്റ്റിന് ഒരു കറക്റ്റായിട്ട് ഒരു എന്താ പറയുക എല്ലാ ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിലും വാരിയബിൾ കോസ്റ്റ് സെയിം ആയിരിക്കും. വാരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് പോലെ തന്നെയാണ്. അതായത് കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഒക്കെ കൂടിയതാണ് എന്ത് വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. വാരിയബിൾ കോസ്റ്റ് വിച്ച് ടെൻസ് ടു വാരി ഡയറക്ട്ലി വിത്ത് വാരിയേഷൻസ് ഇൻ ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് മാറും? വാരിയബിൾ കോസ്റ്റ് മാറും എന്നാണ് പറയുന്നത്. സച്ച് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും അഗ്രിഗേറ്റ് ആസ് ദ പ്രൊഡക്ഷൻ ഗോസ് അപ്പ് ആവുമ്പോൾ ആ കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ഷൻ ഡിക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യും? വാരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യും? കംസ് ഡൗൺ, താഴോട്ട് വരും അല്ലേ. അപ്പോൾ പിന്നെ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പെർ യൂണിറ്റ് എപ്പോഴും റിമൈൻസ് ദ സെയിം അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. എല്ലാ ലെവൽസിലും വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കും എന്നാണ് പറയണത്. പിന്നെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് കൂടും, പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് കുറയും. പിന്നെ അത് എന്താണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ എല്ലാ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസും ഡയറക്റ്റ് ലേബറും ഒക്കെ എന്തിന് ഉദാഹരണം തന്നെയാണ്? വാരിയബിൾ കോസ്റ്റിന് ഉദാഹരണം തന്നെയാണ്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് ഏകദേശം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് അതല്ല ഉത്തരം. പിന്നെ പീരിയഡ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. പീരിയഡ് കോസ്റ്റാണ് ഇവിടെ പ്രൊഡക്ഷനുമായി ബന്ധമല്ലാത്തതെന്ന് പറയുമ്പോൾ പീരിയഡ് കോസ്റ്റാണ് കേട്ടോ. അപ്പോൾ പീരിയഡ് കോസ്റ്റ് എന്താ വെച്ചാൽ അത് എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളും ദാറ്റ് ആർ ഇൻകേർഡ് ഇൻ പ്രൊഡക്ഷനിലുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടിയതാണ് പീരിയഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നേരിട്ട് പ്രൊഡക്ഷനിലേക്ക് വരുന്നില്ല, പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടി. അതായത് സെയിൽസ്, മാർക്കറ്റിംഗ് എക്സ്പെൻസൊക്കെ ഇല്ലേ, സെയിൽസും മാർക്കറ്റിംഗ് എക്സ്പെൻസും പിന്നെ ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ഫീസ്, അതൊക്കെ വരുന്നത് ഈ പീരിയഡ് കോസ്റ്റിൻ്റെ കാറ്റഗറിയിലാണ്. അപ്പോൾ അത് നേരിട്ടിട്ട് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരിക ഏതാണ്? പീരിയഡ് കോസ്റ്റാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ആർ കാൾഡ് പീരിയഡ് കോസ്റ്റ്. അപ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, വാരിയബിൾ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, പീരിയഡ് കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡ്യൂറിങ് ദ ഇയർ ആൻഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. അവിടെ എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത് എന്നാണ്. അപ്പോൾ ഈ കോസ്റ്റ്
സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ തന്നെയാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന പേരിൽ അറിയപ്പെടുക കേട്ടോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ തന്നെയാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ അത് കാണാനുള്ള ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിനെ ആവറേജ് ഇൻവെൻറ്ററി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവറേജ് ഇൻവെൻറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? ആവറേജ് ഇൻവെൻറ്ററി തന്നെയാണ് ഇവിടെ ഉത്തരം വരിക. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ ഇനി അല്ലാതെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് അല്ലാതെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെയും ഉപയോഗിക്കാം. കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഹെൽഡ് എന്ന പേരിലും അറിയപ്പെടും. അപ്പോൾ അതാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് മെഷർ ചെയ്യുന്നത് വെച്ചാൽ ഹൗ ക്വിക്ക്ലി ഒരു കമ്പനി സെൽസ് അതിൻ്റെ ഇൻവെൻറ്ററി ആൻഡ് റീപ്ലെനിഷ്, അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നതാണ് ഒരു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അതായത് ഒരു കമ്പനി കുറേ സ്റ്റോക്ക് ഉണ്ടായാൽ കാര്യമുണ്ടോ? ഇല്ല. സ്റ്റോക്ക് വേണം, ഇൻവെൻട്രി വേണം, പക്ഷെ ആ ഇൻവെൻട്രി ബുദ്ധിപരമായി ഉപയോഗിക്കണം അല്ലേ. മാറ്റേണ്ട സമയത്ത് മാറ്റുകയും എന്നാൽ തിരിച്ച് പുനഃസ്ഥാപിക്കേണ്ട സമയത്ത് അങ്ങനെ സ്ഥാപിക്കുകയും ചെയ്യുന്നത് അതൊരു റൊട്ടേഷനാണ്. ശരിക്കും ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു സൈക്ലിക് പ്രോസസ്സ് കറക്റ്റായിട്ട് നടന്നാൽ മാത്രമേ അവിടെ പ്രൊഡക്ഷൻ നന്നായി നടക്കുള്ളൂ. അപ്പോൾ അതാണ് പറയണത്. എത്രത്തോളം വേഗതയിൽ ആ ഒരു കമ്പനി അത് ചെയ്തെടുക്കുന്നുവോ അപ്പോൾ അവരുടെ എഫിഷ്യൻസി അത്രത്തോളം കൂടുതലായിരിക്കും എന്ന് മെഷർ ചെയ്യുന്നതാണ്. കോസ്റ്റ് ഓഫ് സെയിൽസും അവരുടെ ആവറേജ് സ്റ്റോക്ക് ഹെൽഡും തമ്മിലുള്ള അനുപാതമാണ് ഇവിടെ മെഷർ ചെയ്യുക. അപ്പോൾ അവർ ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ കമ്പനി മാനേജിങ് ഇറ്റ്സ് ഇൻവെൻറ്ററി എഫിഷ്യൻ്റ്ലി ആണോ അല്ലയോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ വളരെ ലോ റേഷ്യോ ആണെന്ന് വിചാരിക്കുക. ലോ റേഷ്യോ ആണെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് ഉണ്ട് എന്നാണ് കാണിക്കുക. ലോ റേഷ്യോ ആണെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് ആണ്. അവരുടെ സ്റ്റോക്സ് എന്താണ്? ഓവർ സ്റ്റോക്കിംഗ് ആണ്. മറ്റത് സ്റ്റോക്ക് കെട്ടിക്കിടന്നാൽ ബുദ്ധിമുട്ടാണല്ലോ. ഇൻവെൻട്രി സ്റ്റോക്ക് ഇപ്പോൾ കുറേ ഇങ്ങനെ കുറേ പ്രൊഡക്ഷൻ, പിന്നെ കുറേ സ്റ്റോക്ക് അവിടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. പ്രൊഡക്ഷൻ അനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലെത്തി അതിനെ സെൽ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ട ഇൻവെൻട്രി റെഡിയാക്കി വയ്ക്കും വേണം. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് രണ്ടും തമ്മിൽ വലിയൊരു കോർഡിനേഷൻ വേണം. അപ്പോൾ അതാണ് പറയണത്. അതായത് ലോ റേഷ്യോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഓവർ സ്റ്റോക്കിംഗ് ഉണ്ട്, അത് കുറേ വിറ്റഴിക്കാൻ സാധനങ്ങൾ ബാക്കിയുണ്ട്, അത് നല്ല കണ്ടീഷനെ അല്ല കാണിക്കുന്നത്. എന്നാൽ ഹൈ ആണെങ്കിലോ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഹൈ ആണെങ്കിൽ ഗുഡ് എന്നാണ് കാണിക്കുന്നത്, ഗുഡ് പൊസിഷനാണ് കമ്പനി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പൊതുവേ അവരുടെ ഒരു ഗുഡ് റേഷ്യോ ആയിട്ട് കണക്കാക്കുന്നത് 5നും 10നും ഇടയിലാണ്. ബിറ്റ്വീൻ 5 and 10 ആണ് നല്ല ഒരു റേഷ്യോയുടെ കാറ്റഗറിയിൽ പെടുത്തുന്നത് കേട്ടോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ കാര്യമാണ് ഇത്രയും പറഞ്ഞത് നമ്മൾ. അപ്പം സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് വിചാരിക്കണോ, മനസ്സിലാവണമെന്ന് വിചാരിക്കണോ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ക്ലിയർ ആവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.